ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അതായത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ് ഈ അറ്റ്, ഇന്ന്, ഓണ് എന്നുള്ള സംഭവം. ഒരുപാട് വീഡിയോസിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് നമ്മുടെ ഡെയിലി ലൈഫ് സെന്റൻസുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് അതേക്കുറിച്ചിട്ട് കുറച്ച് സെന്റൻസുകളോട് കൂടിയിട്ട് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ വീട്ടിലാണ്, ഞാൻ ഓഫീസിലാണ്, ഞാൻ അതുപോലെ ഹോസ്പിറ്റലിലാണ്, ഇങ്ങനെ പലതരത്തിലും പറയാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? കൃത്യ പ്ലേസ് പറയുന്ന സമയത്ത് നമ്മൾ അറ്റ് യൂസ് ചെയ്ത് പറയണം. എന്നാൽ ഇതേ സെന്റൻസുകൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്തും പറയാറുണ്ട്. എന്നാൽ ഇന്ന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സെന്റൻസുകളുണ്ട്. അതുപോലെ നമ്മൾ ഓൺ എന്ന് പറയുന്ന സംഭവം എങ്ങനെ, എപ്പോ, എവിടെ യൂസ് ചെയ്യാം എന്നുള്ളതും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കൺഫ്യൂഷൻ താനെ മാറിക്കോളും. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്, ഞാൻ ബീച്ചിലാണെന്ന് പറയാറുണ്ട് അല്ലെ? ഞാൻ ബീച്ചിലാണ്. ഐ ആം അറ്റ് ദ ബീച്ച്. ഐ ആം അറ്റ് ദ ബീച്ച്. ഇവിടെ ബീച്ച്, പാർക്ക്, ഓഫീസ്, ഇവിടെയൊക്കെ നമുക്ക് അറ്റ് യൂസ് ചെയ്ത് പറയാം. നമ്മളൊരു കൃത്യ പ്ലേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഐ ആം അറ്റ് ദ ബീച്ച്, ഞാൻ ബീച്ചിലാണ്. ഹോസ്പിറ്റലിലാണ്, ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ തന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത്, അവൾ ഷോപ്പിലാണ്. അവൾ ഷോപ്പിലാണ്. ഷീ ഈസ് അറ്റ് ദ ഷോപ്പ്. ഷീ ഈസ് അറ്റ് ദ ഷോപ്പ്. ഇവിടെ ഈസാറാമാണ് യൂസ് ചെയ്യേണ്ടത്, ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവൻ ഓഫീസിലാണ്. അവൻ ഓഫീസിലാണ്. ഹി ഈസ് അറ്റ് ദ ഓഫീസ്. ഹി ഈസ് അറ്റ് ദ ഓഫീസ്. ഇവിടെയും നമ്മൾ ഇന്ന് യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ പാർക്കിലാണ്. ഞങ്ങൾ പാർക്കിലാണ്. വി ആർ അറ്റ് ദ പാർക്ക്. വി ആർ അറ്റ് ദ പാർക്ക്. ഓക്കെ, നീ പുറത്താണോ? അല്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നീ പുറത്താണോ? ആർ യു ഔട്ട്സൈഡ്? ആർ യു ഔട്ട്സൈഡ്? അവൻ ബസ് സ്റ്റോപ്പിലാണ് അല്ലേ? അവൻ ബസ് സ്റ്റോപ്പിലാണ്. ഇവിടെ ഹി ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഹി ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അപ്പൊ എവിടെയൊക്കെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും, എവിടെയൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും, എവിടെയൊക്കെ നമ്മൾ ഓൺ യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് അവസാനം മൊത്തത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി ഇതേ സെന്റൻസ് തന്നെ നമ്മൾ ഇന്നും ഓണും എപ്പോൾ യൂസ് ചെയ്ത് പറയാം എന്ന് നോക്കാം. അതായത് ഇപ്പം ഞാൻ ബീച്ചിലാണെന്ന് പറയുമ്പം ഈ ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രതലമാണ്. സോ നമുക്കവിടെ ഐ ആം ഓൺ ദ ബീച്ച് എന്നും പറയാം. ഐ ആം ഓൺ ദ ബീച്ച്. പക്ഷെ അവിടെ നമ്മൾ ഇൻ ദ ബീച്ച് എന്ന് പറയാറില്ല. ഓൺ ദ ബീച്ച് ഈസ് കറക്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഐ എം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഹോസ്പിറ്റലിനകത്താണെങ്കിൽ ഐ എം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. അതുപോലെ അവൾ ഷോപ്പിലാണെന്ന് പറയുമ്പോൾ ഷോപ്പിനകത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ ഈസ് ഇൻ ദ ഷോപ്പ് എന്ന് പറയാം. ഷീ ഈസ് ഇൻ ദ ഷോപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷീ ഈസ് അറ്റ് ദ ഷോപ്പ്. ഈ അറ്റ് ദ ഷോപ്പ് എന്ന് പറയുന്നത് അവൾ ഷോപ്പിലുള്ള ആ ഒരു പ്ലേസ് നമ്മൾ അറിയിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ അറ്റ് ദ ഷോപ്പ് എന്ന് പറയാം. അവൾ ഷോപ്പിനകത്ത് ഇപ്പം ഡ്രസ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ആണെങ്കിൽ നമുക്ക് അവിടെ ഷീ ഈസ് ഇൻ ദ ഷോപ്പ് എന്ന് പറയാം. ഓൺ ദ ഷോപ്പ് പറയരുത് കേട്ടോ. ഓക്കെ, അവൻ ഓഫീസിലാണ്. സെയിം കേസ് തന്നെ. അവൻ ഓഫീസിലാണ്. ഓഫീസിനകത്താണെങ്കിൽ he is in the office. he is in the office. നേരത്തെ നമ്മൾ at the office എന്ന് പറഞ്ഞു. അതൊരു പ്ലേസിനെ നമുക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണ്. ഞാനിവിടെ ഓഫീസിലാണെന്നുള്ള ആ ഒരു പ്ലേസ് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ അറ്റ് ദ ഓഫീസ് എന്ന് പറയാം. അതിൽ ഓഫീസിനകത്ത് ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പോയതാണോ അങ്ങനെയാണെങ്കിൽ he is in the office. ഓൺ ദ ഓഫീസ് പാടില്ല. ഞങ്ങൾ പാർക്കിലാണ്. ഞങ്ങൾ പാർക്കിലാണ്. പാർക്കിന് അകത്തേക്ക് കിടക്കുമല്ലോ. അപ്പോൾ വി ആർ ഇൻ ദ പാർക്ക്. വി ആർ ഇൻ ദ പാർക്ക്. ഓക്കെ, അവർ ബസ് സ്റ്റോപ്പിലാണെന്ന് പറഞ്ഞു. ദേ ആർ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അവിടെ അറ്റ് ദ ബസ് സ്റ്റോപ്പ് തന്നെയാണ് സ്യൂട്ട് ആയത് കേട്ടോ. അവർ ബസ് സ്റ്റോപ്പിലാണ്. ദേ ആർ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അവിടെ ഇൻ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റോപ്പിനകത്ത് ആ ഒരു ഷെൽട്ടറിന് ഉള്ളിലൊക്കെ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻ ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താണ്? ദേ ആർ അല്ലെങ്കിൽ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ദേ ആർ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അറ്റ് ദ ബസ് സ്റ്റോപ്പ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമ്മളെപ്പോഴും പറയാറുണ്ട്, വലിയ വലിയ രാഷ്ട്രങ്ങൾ പറയാറുണ്ട് അല്ലെ? ഞാൻ ലണ്ടനിലാണ്, അവൾ അമേരിക്കയിലാണ്, അവൻ UK-യിലാണ്, അതുപോലെ മീര ലണ്ടനിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ ലണ്ടനിലാണ്
ഞാൻ ലണ്ടനിലാണ്. അത് നമ്മളൊരു കൃത്യ പ്ലേസ് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിലും അവിടെ നമ്മൾക്ക് എന്താ പറയേണ്ടതെന്നറിയോ? ആം ഇൻ ലണ്ടൻ. ആം ഇൻ ലണ്ടൻ. അവിടെ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സിറ്റി, കൺട്രി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ആം ഇൻ ലണ്ടൻ. അതുപോലെ അവൻ അമേരിക്കയിലാണ്. അവൻ അമേരിക്കയിലാണ്. ഹേ ഈസ് ഇൻ അമേരിക്ക. ഹേ ഈസ് ഇൻ അമേരിക്ക. അവൻ അമേരിക്കയിലാണ്. ഞങ്ങൾ ഗൾഫിലാണ്. അല്ലെ, ഗൾഫ് ഒരു വലിയൊരു രാഷ്ട്രമാണല്ലോ. അപ്പം വി ആർ ഇൻ ദ ഗൾഫ്. അവിടെ ഇൻ ദ ഗൾഫ്, കാരണം ആ ഗൾഫിന് നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനുണ്ട്. സോ വി ആർ ഇൻ ദ ഗൾഫ്, അവിടെ ദ യൂസ് ചെയ്ത് പറയണം കേട്ടോ. വി ആർ ഇൻ ദ ഗൾഫ്. ഞങ്ങൾ ഗൾഫിലാണ്. മീര UK പഠിക്കുന്നത്. മീര UK പഠിക്കുന്നത്. എങ്ങനെ പറയാ? മീര ഈസ് സ്റ്റഡിയിങ് ഇൻ ദ UK. മീര ഈസ് സ്റ്റഡിയിങ് ഇൻ ദ UK. മീര UK പഠിക്കുന്നത്. ആ ഒരു സ്ഥലം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അവിടെ ദ യൂസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. മീര ഈസ് സ്റ്റഡിയിങ് ഇൻ ദ UK. നമ്മൾ ഖത്തറിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഖത്തറിലാണ് എന്നെങ്ങനെയാ പറയാ? ഞങ്ങൾ ഖത്തറിലാണ്. വി ആർ ഇൻ ഖത്തർ. വി ആർ ഇൻ ഖത്തർ. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കട്ടോ. ഞാൻ റോഡിലാണ്. റോഡ് എന്ന് പറയുന്നത് ഒരു പ്രതലാണ് അല്ലെ. ഐ എം ഓൺ ദ റോഡ്. അവിടെ നമ്മൾ ഓൺ ദ റോഡ് എന്ന് യൂസ് ചെയ്തു. ഐ എം ഓൺ ദ റോഡ്. ഇനി ഞാൻ തെരുവിലാണ് അല്ലെ. തെരുവ് എന്ന് പറയുന്നതും ഒരു പ്രതലമാണ്. ഐ എം ഓൺ ദ സ്ട്രീറ്റ്. ഐ എം ഓൺ ദ സ്ട്രീറ്റ്. ഞാൻ തെരുവിലാണ്. അവർ നിലത്താണ്. അവർ നിലത്താണ്. ദേ ആർ ഓൺ ദ ഗ്രൗണ്ട്. ദേ ആർ ഓൺ ദ ഗ്രൗണ്ട്. അവർ നിലത്താണ്. അവൾ ഫാമിലാണ്. ഷീ ഈസ് ഓൺ ദ ഫാം. അല്ലെ, അതൊക്കെ ഒരു പ്രതലമാണ്. സോ നമ്മൾ അവിടെ ഓൺ യൂസ് ചെയ്ത് പറഞ്ഞു. സ്ട്രീറ്റ്, ഫാം, ബീച്ച്, റോഡ്, ഒരു നിലം, ഗ്രൗണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറയുന്നത് ഓൺ യൂസ് ചെയ്തിട്ടാണ്. ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി അവൾ ബസ്സിലാണെന്ന് പറയാറുണ്ട്. ബസ്സിലാണെന്ന് പറയുമ്പോഴും ഷീ ഈസ് ഓൺ ദ ബസ് എന്ന് പറയണം കേട്ടോ. ഷീ ഈസ് ഓൺ ദ ബസ്. ഇവിടെ ഇന്നും ഓണും നമ്മൾ യൂസ് ചെയ്യുന്ന വലിയ വലിയ വാഹനങ്ങൾക്ക് നമ്മൾ ഓൺ യൂസ് ചെയ്യും. ചെറിയ ചെറിയ വാഹനങ്ങൾക്ക്, നമുക്ക് ഇരുന്ന് പോകാനുള്ള സൗകര്യമുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. ഓൾറെഡി പഠിച്ചതാണ്. ഞങ്ങൾ ട്രെയിനിലാണ്. അതും എന്താ പറയാ? വി ആർ ഓൺ ദ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി ഇന്നും ഓണും അറ്റും യൂസ് ചെയ്യുന്ന പ്രധാന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം. അറ്റെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ടൈം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് പറയാറുണ്ട്. ഹോസ്പിറ്റൽ, ഓഫീസ്, അതുപോലെ സ്കൂള്, ഇതിനകത്താണെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് അവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇന്ന് യൂസ് ചെയ്തിട്ടും ഈ അറ്റ് യൂസ് ചെയ്യുന്ന ഈ സ്ഥലത്ത് നമുക്ക് പറയാം. പക്ഷെ ബസ് സ്റ്റോപ്പിനകത്ത് എന്ന് പറയാറില്ല. ബസ് സ്റ്റോപ്പിന്റെ കൂടെയും വീടിന്റെ കൂടെയൊക്കെ എപ്പോഴും നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന വേറെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയ വലിയ സിറ്റി, അതുപോലെ കൺട്രി, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ന് യൂസ് ചെയ്ത് പറയാം. ഇനി നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത് ഓരോരോ പ്രതലം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ടേബിളിന് മുകളിലെ, കസേരക്ക് മുകളിലെ, കട്ടിലിന് മുകളിലെ, അതുപോലെ റോഡിലെ മുകളിൽ, അങ്ങനെ ഒരു പ്രതലത്തിനെ പറയുന്ന സമയത്താണ് നമ്മൾ ഉപരിതലത്തിൽ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അറ്റു, ഇന്നു, ഓണൊക്കെ. ഇനി ഓൺ യൂസ് ചെയ്യുന്ന വേറെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ മന്തിന്റെ കൂടെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. നമ്മൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുകൾ, ഇപ്പം വർഷത്തിന്റെ കൂടെ എന്താണ്, അതുപോലെ മാസങ്ങളുടെ കൂടെ എന്താണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സെന്റൻസുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്. അതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നും ഓണം അറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആർക്കും ഇതിലൊരു കൺഫ്യൂഷനും വരരുത്. ഒരുപാട് പേര് തെറ്റിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. കുട്ടികൾ കളിസ്ഥലത്താണ്. കുട്ടികൾ കളിസ്ഥലത്താണ്. ദ ചിൽഡ്രൻ ആർ ഡേഷ് ദ പ്ലേ ഗ്രൗണ്ട്. ദ ചിൽഡ്രൻ ആർ ഡേഷ് ദ പ്ലേ ഗ്രൗണ്ട്. കുട്ടികൾ കളിസ്ഥലത്താണ്. എന്നുണ്ട്, ഓണുണ്ട്, അറ്റുണ്ട്. ഏതാണ് ഇവിടെ സ്യൂട്ട് ആയതെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. എന്റെ ഫോൺ കട്ടിലിലാണ്. എന്റെ ഫോണ് കട്ടിലിലാണ്. കട്ടിലിന്റെ മുകളിലാണ്. കട്ടിലിന് എന്തായാലും ഉള്ളിലേക്ക് ഇടില്ലല്ലോ. അപ്പം മൈ ഫോൺ ഈസ് ഡേഷ് ദ ബെഡ്. മൈ ഫോൺ ഈസ് ഡേഷ് ദ ബെഡ്. എന്നുണ്ട്, ഓണുണ്ട്, അറ്റുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ കാറിനുള്ളിലാണ്. ഞാന് കാറിനുള്ളിലാണെന്നാണ് കേട്ടോ. ഐ എം ഡേഷ് ദ കാർ. ഐ എം ഡേഷ് ദ കാർ. കാറാണ്. അപ്പോ എന്നാണോ, ഓണാണോ, അറ്റാണോ?
ഐ എം ഡേഷ് ദ കാർ. ഞാൻ കാറിനുള്ളിലാണ് എന്നാണ്. അവൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. ഹി ഈസ് വർക്കിംഗ് ഡേഷ് ചെന്നൈ. ഹി ഈസ് വർക്കിംഗ് ഡേഷ് ചെന്നൈ. ഇവിടെ അറ്റുണ്ട്, ഇന്നുണ്ട്, ഓണുണ്ട്. ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. ഞാൻ വീട്ടിലാണ്. ഞാൻ വീട്ടിലാണ്. ഐ എം ഡേഷ് ഹോം. ഐ എം ഡേഷ് ഹോം ഇന്ന് അറ്റ് ഓൺ. അവൻ ജോലിയിലാണ്. അവൻ ജോലിയിലാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്താക്കി പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തിലാണ് എന്നുള്ളത്. അവൻ ജോലിയിലാണ്. ഹി ഈസ് ഡേഷ് വർക്ക്. ഹി ഈസ് ഡേഷ് വർക്ക് എന്നെ ഓണ് അറ്റ്. അപ്പൊ ഇത്രയും വർക്കുകളാണ് ഇന്ന് തന്നിട്ടുള്ളത്. കുറച്ചധികം വർക്ക് ഉണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മള് ഇത്രയും ഈ ഒരു വീഡിയോയുടെ മുഴുവനായിട്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വർക്ക് തരുമ്പോൾ നിങ്ങൾക്കും കൂടി അതൊന്ന് ഫ്ലുവന്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനിലും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻ തന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ ഇന്നലെ ലൈവിൽ വന്നിട്ടില്ല. ഇന്ന് നമുക്ക് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് ലൈവ് ഇട്ടാലോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നോക്കാം. നമുക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ ഇന്നോണറ്റൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് സെന്റൻസുകൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുമല്ലോ ലൈവിൽ വന്നാൽ. നോക്കാം കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോഴേ എനിക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ 2 3 നോക്കി നിന്നിട്ട് എന്റെ ടൈം വെറുതെ വേസ്റ്റ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്സും വീഡിയോസുകളും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് തന്നെ ഇടാറ് കേട്ടോ. അത് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.